ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 15 പുരുഷോത്തമയോഗം. ശ്ലോകം 20. ഇതി ഗുഹ്യതമം ശാസ്ത്രമിദമുക്തം മയാ നഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. വിവർത്തനം. ഹേ പാപരഹിത, ഞാനിപ്പോൾ ഉപദേശിച്ച ഈ ജ്ഞാനം വേദഗ്രന്ഥങ്ങളിലെ അതിരഹസ്യമായ ഭാഗമാണ്. ഇതറിയുന്നവർ ബുദ്ധിശാലികളാവും. അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും. ഭാവാർത്ഥം: വേദഗ്രന്ഥങ്ങളുടെയെല്ലാം സാരസത്തെയാണ് ഈ ജ്ഞാനമെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. കൃഷ്ണൻ ഉപദേശിച്ചതുപോലെ തന്നെ വേണം ഇതിനെ ഉൾക്കൊള്ളുന്നതും. അങ്ങനെ ചെയ്യുന്നവർ ബുദ്ധിമാന്മാരാകും. അവർക്ക് തികഞ്ഞ ആധ്യാത്മിക ജ്ഞാനം ഉദിക്കുകയും ചെയ്യും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പരമപുരുഷന്റെ ഈ തത്വശാസ്ത്രം പഠിച്ചറിഞ്ഞ് ഭഗവത് സേവന നിരതരാവുന്നവർക്ക് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ബാധയിൽ നിന്നൊഴിയാം. ആധ്യാത്മികമായൊരു ജ്ഞാനത്തിൻ്റെ പ്രക്രിയയാണ് ഭക്തിപൂർവമായ ഭഗവത് സേവനം. അത് നടത്തുന്നിടത്ത് ഭൗതിക മാലിന്യം നിലനിൽക്കുകയില്ല. ഭഗവത് സേവനവും ഭഗവാനും ആധ്യാത്മികമായതുകൊണ്ട് ഒന്നു തന്നെ. ഭഗവാന്റെ അന്തരംഗ ശക്തിയിലാണ് ഭക്തിയുത സേവനം നടക്കുന്നത്. ഭഗവാൻ സൂര്യനും അജ്ഞാനം ഇരുട്ടുമാണ്. സൂര്യനുള്ളിടത്ത് ഇരുട്ടിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. വിശ്വാസ്യനായൊരു ആധ്യാത്മിക ഗുരുവിൻ്റെ ശരിയായ നേതൃത്വത്തിൽ ഭഗവത് സേവനം നടക്കുമ്പോൾ അജ്ഞാനത്തിൻ്റെ പ്രശ്നവും ഉദിക്കുന്നില്ല. ബുദ്ധിമാനും വിശുദ്ധനുമാവാനായി ഏതൊരാളും കൃഷ്ണാവബോധം ഉൾക്കൊള്ളുകയും ഭഗവത് സേവനം അനുഷ്ഠിക്കുകയും വേണം. കൃഷ്ണനെ മനസ്സിലാക്കി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാത്തിടത്തോളം കാലം സാമാന്യ ദൃഷ്ട്യാ ബുദ്ധിമാനായിരുന്നാലും അയാളെ ആ നിലയ്ക്ക് അംഗീകരിക്കാൻ വയ്യ. ഇവിടെ അർജുനനെ കൃഷ്ണൻ അനഘ എന്നാണ് സംബോധന ചെയ്യുന്നത്. പാപമില്ലാത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും വിമുക്തനായി കഴിയാതെ ഒരാൾക്ക് കൃഷ്ണനെ ശരിക്കും അറിയാൻ സാധ്യമല്ലെന്നാണ് ഇതുകൊണ്ട് ധ്വനിപ്പിക്കുന്നത്. എല്ലാത്തരം മാലിന്യങ്ങളിൽ നിന്നും എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തനായിട്ട് വേണം കൃഷ്ണനെ തികച്ചും അറിയാൻ. എങ്കിലും ഒരിക്കൽ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടാൽ മനുഷ്യൻ സ്വാഭാവികമായി പാപരഹിതന്റെ നിലയിലെത്തിച്ചേരും. അത്രമേൽ വിശുദ്ധവും വൈഭവമാർന്നതുമത്രേ ഭക്തിയുത സേവനം. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ വിശുദ്ധ ഭക്തന്മാരോടൊപ്പം ഭക്തിയുത ഭഗവത് സേവനം അനുഷ്ഠിക്കുമ്പോൾ പാടെ വർജിക്കേണ്ടുന്ന ചില കൃത്യങ്ങളുണ്ട്. ഇവയിൽ സുപ്രധാനമായത് ഹൃദയ ദൗർബല്യമാണ്. ഭൗതിക പ്രകൃതിയെ കീഴടക്കണമെന്ന ആഗ്രഹമാണ് മനുഷ്യന്റെ അധപ്പതനത്തിന് ആദ്യത്തെ കാരണം. അത് ദിവ്യ പ്രേമയുത ഭഗവത് സേവന രീതിയെ നശിപ്പിക്കുന്നു. ഭൗതിക പ്രകൃതിയെ കീഴടക്കാനുള്ള വാസന വളരുന്നതോടൊപ്പം ഭൗതിക പദാർത്ഥങ്ങളിലുള്ള ആസക്തിയും അത് നേടാനുള്ള മനോഭാവവും കൂടുന്നു എന്നതാണ് രണ്ടാമത്തെ മനോദൗർബല്യം. ഈ ദൗർബല്യങ്ങളിൽ നിന്നു തന്നെ ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഉളവാകുന്നത്. ഈ അധ്യായത്തിലെ ആദ്യ ശ്ലോകങ്ങൾ 5 ഇവയിൽ നിന്നും സ്വയം മുക്തി നേടാനുള്ള പ്രക്രിയയെ വിവരിക്കുന്നു. 6-ാം ശ്ലോകം മുതൽക്കുള്ളവ പുരുഷോത്തമയോഗത്തെ പ്രതിപാദിക്കുകയാണ്. പുരുഷോത്തമയോഗമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 15-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.